ഏതൊരു സംരംഭക ബ്രാൻഡും രണ്ട് അളവുകോലുകളാൽ അളക്കപ്പെടാം. ഒന്ന്, അതൊരു റെക്കഗ്നൈസ്ഡ് ബ്രാൻഡാണോ എന്നുള്ളത്. രണ്ട്, അതൊരു റെസ്പെക്റ്റഡ് ബ്രാൻഡാണോ എന്നുള്ളത്. റെക്കഗ്നൈസ്ഡ് ബ്രാൻഡാവുന്ന ബ്രാൻഡുകളും റെസ്പെക്റ്റഡ് ബ്രാൻഡാവുന്ന ബ്രാൻഡുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് ബ്രാൻഡിനപ്പുറത്ത് ഒരു റെസ്പെക്റ്റഡ് ബ്രാൻഡായി മാറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. റെക്കഗ്നൈസ്ഡ് ബ്രാൻഡായി മാറാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം കുറേയധികം പരസ്യങ്ങൾ സ്പെൻഡ് ചെയ്യുകയും കുറേയധികം ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയും CSR ആക്ടിവിറ്റീസിനെയൊക്കെ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ബ്രാൻഡായിട്ട് മാറാൻ പറ്റും. പക്ഷേ റെസ്പെക്റ്റഡ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് വിധം മാറി. റെസ്പെക്റ്റഡ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് കസ്റ്റമേഴ്സിനുള്ള റെസ്പെക്റ്റ് ആവണം, നിങ്ങളുടെ എംപ്ലോയീസിനുള്ള റെസ്പെക്റ്റ് ആവണം, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നുള്ള റെസ്പെക്റ്റ് ആവണം, മറ്റ് ബ്രാൻഡുകളിൽ നിന്നുള്ള റെസ്പെക്റ്റ് ആവണം, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ നിന്നുള്ള റെസ്പെക്റ്റ് ആവണം. അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റെസ്പെക്റ്റ് പിടിച്ചു പറ്റുന്നൊരു ബ്രാൻഡായി മാറിത്തീരുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള പ്രയത്നം. റെക്കഗ്നൈസ്ഡ് ബ്രാൻഡായി മാറി എന്നുള്ളത് കൊണ്ട് പലരും പറയാറുണ്ട് ഞങ്ങളൊരു വലിയ ബ്രാൻഡാണെന്നുള്ളത്. അത് അവർക്ക് മാത്രം അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. പൊതുജനത്തിനും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ചുറ്റുവട്ടത്തുള്ള കോമ്പറ്റീറ്റേഴ്സിനും ഒപ്പം തന്നെ ഗവൺമെൻറ് അതോറിറ്റീസിനും ഒന്നും നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ് ആയി മാത്രം നിലനിൽക്കും. ഒരിക്കലും നിങ്ങളൊരു റെസ്പെക്റ്റഡ് ബ്രാൻഡായി മാറില്ല. അപ്പോൾ റെസ്പെക്റ്റഡ് ബ്രാൻഡായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിലൂടെ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലൂടെ, നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് പെരുമാറ്റ രീതികളിലൂടെ, ഒരു ബ്രാൻഡ് കൾച്ചറിലൂടെ എല്ലാമാണ് നമ്മൾ റെസ്പെക്റ്റഡ് ബ്രാൻഡായി മാറുന്നത്.